പക്ഷേ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ ബയോമെട്രിക്സ് 3 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എത്ര ചോദ്യങ്ങളാണ് മക്കളെ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എൻ്റെ ക്ലാസ് മാത്രം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് ക്രാക്ക് ചെയ്യാം. എനിക്ക് മനസ്സിലായ ഒരു ചോദ്യപേപ്പറാണ്. കാരണം കുറേ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത ചോദ്യപേപ്പറിനകത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അനാലിസിസും എനിക്ക് തന്നെ ഈ ഒരു 18 ചോദ്യം നമ്മളിപ്പോൾ നോക്കിയല്ലോ. ഈ 18 ചോദ്യത്തിനകത്ത് നിന്ന് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഈ ഒരു ചോദ്യത്തിനകത്ത് ഒരു ചെറിയൊരു ഇത് വരാൻ സാധ്യതയുണ്ടായിരിക്കാം. വിച്ച് ലാംഗ്വേജ് ഈസ് പ്രൈമറിലി യൂസ് ഫോർ കോഡിംഗ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്? ഏതാണ്? 61 HTML പഠിപ്പിച്ചതാണ്. ഹലോ ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ട്രേഡ്സ്മാൻ CS പരീക്ഷയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് കഴിഞ്ഞ ആ പരീക്ഷയിൽ നടന്ന ചോദ്യപേപ്പർ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. സോ ഐ എം ആഷ്ലി, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും നല്ല പരീക്ഷയാകട്ടെ എന്നും നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതോടൊപ്പം തന്നെ ഞാൻ ചോദ്യപേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ നല്ല സന്തോഷം തോന്നിയ ഒരു പേപ്പറായിരുന്നു നമ്മളുടെ ട്രേഡ്സ്മാൻ CS കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിവിഷൻ ക്ലാസ് കണ്ടിട്ട് പോയ, ഞാൻ എടുത്തിട്ടുള്ള റിവിഷൻ ക്ലാസ് കണ്ടിട്ട് പോയ കുട്ടികൾക്ക് ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലായ ഒരു ചോദ്യപേപ്പറാണ്. കാരണം കുറേ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത ചോദ്യപേപ്പറിനകത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അനാലിസിസും എനിക്ക് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ചോദ്യങ്ങൾ അടുപ്പിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാവരും റിവിഷൻ കണ്ടവർ ഒരിക്കലും നിരാശരാവത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊന്ന് വിശകലനത്തിലേക്കും കൂടെ കടക്കാം. ചോദ്യപേപ്പറിൻ്റെ ആ ഒരു കട്ടി എന്ന് പറയുന്നത് ഞാനിതിനൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇത് ടഫ്, മോഡറേറ്റ്, വെരി ഈസി എന്നുള്ളൊരു കാറ്റഗറിയിൽ ഞാനൊരു മോഡറേറ്റ് ലെവൽ തന്നെ കൊടുക്കും. എൻ്റെ റിവിഷൻ ക്ലാസ്സും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കാറ്റഗറിയിലേക്ക് ഞാൻ പെടുത്തിയിരിക്കുന്നത്. നൗ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോർ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് CPU? What is the core in the context of CPU? A type of memory, the size of microprocessor chip, a basic computation unit of CPU, the address of bits in memory address. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ C ആണ്. ദ ബേസിക് കമ്പ്യൂട്ടേഷൻ യൂണിറ്റ് ഓഫ് CPU എന്ന് പറയുന്നതാണ് എന്ത്? ദ കോർ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് CPU. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് വിൻഡോസ് സ്റ്റാർട്ട് മെനു? ഏതാണ്? To display currently running application, to provide access to system security, to search for settings and application, to manage computer drives. ഏതാണ് കറക്റ്റ് ഉത്തരം? ആൻസർ ഈസ് ഓപ്ഷൻ C, to search for settings and application. അല്ലേ? ഈ ചോദ്യം ഞാൻ പഠിപ്പിച്ച എൻ്റെ റിവിഷനകത്ത് ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഈ ചോദ്യവും ഞാൻ പഠിപ്പിച്ചു പോയ റിവിഷനകത്ത് ഉണ്ടായിരുന്ന ചോദ്യമാണ്. അല്ലേ? അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് നല്ല വ്യക്തമായിട്ടത് മനസ്സിലാവുകയും ചെയ്യും. Which motherboard component is to store the system's firmware and startup instruction? VRM, RAM, CMOS battery, BIOS chip. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ D ആണ് അല്ലേ? ബയോസ് ചിപ്പാണ്. സോ ആദ്യത്തെ പേജിൽ തന്നെ ഞാൻ പഠിപ്പിച്ചു പോയ 3 ചോദ്യങ്ങളും വരിക എന്ന് പറയുന്നത് ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് DIRO കമാൻഡ് ഡു ഇൻ DOS? എന്താണ് നാലാമത്തെ ചോദ്യം? ഉത്തരം ഏത് വരും? ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഇൻ ദ കറന്റ് ഡയറക്ടറി sorted by size. Displays a list of files and directories in the current directory sorted by date and time. Displays a list of files and directories in the current directory sorted by name. Displays a list of file and directories in the current directory sorted by file type. ഏതാണ്? ഓപ്ഷൻ C ആണല്ലേ? C ആണ് കറക്റ്റ് ഉത്തരം. ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഇൻ ദ കറന്റ് ഡയറക്ടറി സോർട്ടഡ് ബൈ നെയിം. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ? ഞാൻ പറഞ്ഞു പോയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഫയൽ മാനേജ്മെന്റ് ടൂൾ, സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്, ഡിഫ്രാഗ്മെന്റർ, ഡിസ്ക് ക്ലീനർ. ഏതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ലാത്തത്? ഓപ്ഷൻ B ആണ് അല്ലേ? സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ് ആണ്.
യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ലാത്തത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻ വിൻഡോസ് വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഓപ്പൺ ദ പ്രോപ്പർട്ടീസ് ഫോർ സെലക്റ്റഡ് ഐറ്റം? ഏതാണ് കറക്റ്റ് ഉത്തരം? Alt plus enter, Control plus S, Alt plus F4, Alt plus E. സെലക്റ്റഡ് ഐറ്റം ത്തിൻ്റെ ഷോർട്ട് കട്ട് ഏതാണ്? യൂസ് ടു ഓപ്പൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് സെലക്റ്റഡ് ഐറ്റം. ഓൾട്ട് പ്ലസ് എൻ്റർ ആണല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ക്യാഷെ മെമ്മറി? ഇറ്റ് ഈസ് ലോവർ ദാൻ റാം, ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഡേറ്റ പെർമനൻ്റ്ലി, it is used to store the entire content of the hard drive, it is more economical than CPU register. ഇതിൽ ഏതാണ് ട്രൂ? ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ ദാൻ CPU രജിസ്റ്റർ. ഇത് ഞാൻ പറഞ്ഞ ചോദ്യമാണ് കേട്ടോ, ഇത് നമ്മൾ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരുന്നൊരു ചോദ്യമാണ്. വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് കേപ്പബിൾ ഓഫ് റീഡിങ് ആൽഫബറ്റ്സ്, ക്യാരക്ടർ ആൻഡ് നമ്പേഴ്സ് പ്രിന്റഡ് ഓൺ പേപ്പർ? ഫ്ലാറ്റ് ബെഡ് ഡിജിറ്റൈസർ, OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, മാഗ്നറ്റിക് ഇങ്ക് റെക്കഗ്നേഷൻ ഡിവൈസ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ റിവിഷൻ എടുത്ത് നോക്കിയാൽ ഈ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈമറി ഡയറക്ടറി കണ്ടെയ്ൻ കോൺഫിഗറേഷൻ ഫയൽസ് ഇൻ ലിനക്സ്? ഏതാണ്? ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ചോദ്യം, ഇൻ ലിനക്സ് കാറ്റ് ടെസ്റ്റ് കമാൻഡ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ നെയിംഡ് ടെസ്റ്റ് ആൻഡ് അലോ ദ യൂസർ ടു എൻ്റർ ടെക്സ്റ്റ് ഇൻ ടു ഇറ്റ് അല്ലേ? ഓപ്ഷൻ ബി. 11ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ മൈക്രോസോഫ്റ്റ് വേർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ദ പേജ് ലേഔട്ട് ടാബ്? സ്പെല്ലിംഗ്, ഗ്രാമർ, മാർജിൻ, ഹൈഫിനേഷൻ, കോളം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അതാണ് അതിനകത്ത് ഇല്ലാത്തത്. അടുത്ത ചോദ്യം, വിച്ച് ടെംപ്ലേറ്റ് ഈസ് യൂസ് ടു ഡിഫോൾട്ട് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? എലഗൻറ്റ്, നോർമൽ, കോണ്ടംപററി, പ്രൊഫഷണൽ? നോർമൽ അല്ലേ? അതാണ് നോർമൽ ടെംപ്ലേറ്റ്. അതിനകത്ത് നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. നോർമൽ എന്നുള്ളതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബോക്സ് ദാറ്റ് ഹൈലൈറ്റ് കോഡ് ഫ്രം ദ വേർഡ് ഡോക്യുമെന്റ്? ഹൈപ്പർലിങ്ക്, ഡിസ്പ്ലേ ബോക്സ്, പുൾ കോട്ട്, ഗ്രാഫിക്സ്. ആൻസർ പുൾക്കോട്ടാണ്. ഓപ്ഷൻ സി ആണ്, പുൾക്കോട്ട്. 14ാമത്തെ ചോദ്യം, ഓഫീസ് ബട്ടൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് വെർഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ്? ഓഫീസ് ബട്ടൺ. വേർഡ് 2007, 2010, 2013, 2016. 2007 അല്ലേ? 2007 ആണേ. അടുത്തത്, ടു മൂവ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഫസ്റ്റ് ലൈൻ ഓഫ് ദ പാരഗ്രാഫ് ലെഫ്റ്റ് വേർഡ് away from the center, which option in Microsoft Word can be used? ഏതാണ്? ഹാങ്ങിങ് ഇൻഡന്റേഷൻ ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ദ പ്രിന്റ് ടു PDF ഫീച്ചർ ഈസ് യൂസ്ഡ് ഫോർ? ഇത് നമ്മൾ പറഞ്ഞതാണ്. പ്രിന്റ് ടു PDF ഫീച്ചർ ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ്? ടു സേവ് ദ ഡോക്യുമെന്റ് ഇൻ പ്രിന്റബിൾ PDF ഫോമാറ്റ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്, പഠിപ്പിച്ചതാണ്. ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഓഫ് ദ ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓഫ് ദ പേജ് ഇൻ വേർഡ് ഡോക്യുമെന്റ്, വാട്ട് ഫീച്ചർ ഈസ് യൂസ്ഡ്? ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ്, വാട്ടർമാർക്ക്, ടെക്സ്റ്റ് റാപ്പിംഗ്, എഫക്റ്റ്. വാട്ടർമാർക്ക് അല്ലേ? വാട്ടർമാർക്ക്. അത് നമുക്ക് അറിയാവുന്ന കോമൺ ക്വസ്റ്റ്യൻ അല്ലേ? വാട്ടർമാർക്ക് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറയാം, അവസാനം എൻ്റെ റേഞ്ച് പറയാം എത്ര കിട്ടാമെന്ന്. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് വിച്ച് ഓഫ് ദ ഫീച്ചർ ഈസ് യൂസ് ടു ഓട്ടോമേറ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക്? ഹൈപ്പർലിങ്ക്, ടെംപ്ലേറ്റ്, മെയിൽ മെർജ്, മാക്രോ. മാക്രോ അല്ലേ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് വേണമെങ്കിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സിമിലർലി ഈ ഒരു 18 ചോദ്യം നമ്മളിപ്പോൾ നോക്കിയല്ലോ. ഈ 18 ചോദ്യത്തിനകത്ത് നിന്ന് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഈ ഒരു ചോദ്യത്തിനകത്ത് ഒരു ചെറിയൊരു ഇത് വരാൻ സാധ്യതയുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അറിയാവുന്നവർക്ക് ഇതും അറിയായിരിക്കാം. ഓൾട്ട് പ്ലസ് എൻ്റർ എന്ന് പറയുന്നതാണ് ഇൻ ഓർഡർ ടു സെലക്ട് ദ ഇൻ ഓർഡർ ടു ഓപ്പൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സെലക്റ്റഡ് ഐറ്റം എന്നുള്ളത് അറിയാവുന്നവർക്ക് ഓക്കെയാണ്. പിന്നെ ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പുൾക്കോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
പിന്നെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഇത്. മൈക്രോസോഫ്റ്റ് വേർഡിൽ വിച്ച് ഫീച്ചർ ഈസ് യൂസ് ടു ഓട്ടോമേറ്റീവ് റിപ്പറ്റേറ്റീവ് ടാസ്ക്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡൊക്കെ വഴി നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ പാടുള്ളതല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെയിൻ കമ്പണന്റ് ഓഫ് മെയിൽ മെർജ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? ഏതാണ്? 19 അഡ്രസ് ലൈൻ ആണ്. ഓക്കെ, 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം റിവ്യൂ ടാബ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? ട്രാക്ക് ചേഞ്ച്, ഇൻസേർഷൻ ക്യാപ്ഷൻ, ഇൻസേർഷൻ സിറ്റേഷൻ, ഡ്രോപ്പ് ക്യാപ്പ്. ഏതാണ്? ട്രാക്ക് ചേഞ്ച്. 21ാമത്തെ ചോദ്യം. ഹൗ ടു സെറ്റ് ഡിഫറെൻറ്റ് പ്രിന്റ് സെക്ഷൻ ഇൻ സിംഗിൾ എക്സൽ വർക്ക്ഷീറ്റ്? 21 പ്രിന്റ് ലേഔട്ട്, പ്രിന്റ് ഏരിയ. കേട്ടോ, 21A ആണ്. 22ാമത്തെ ചോദ്യം. പ്രോസസ് ഓഫ് സോർട്ടിംഗ് ഡേറ്റ ബൈ സർട്ടൺ ക്രൈറ്റീരിയ ഇൻ MS Excel ഈസ് കോൾഡ്? 22ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, ഫിൽറ്ററിംഗ്. 23ാമത്തെ ചോദ്യം. ഫംഗ്ഷൻ ഇൻ MS Excel വിച്ച് റിട്ടേൺ നമ്പർ സെൽസ് ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ ക്രൈറ്റീരിയ ഈസ് കൗണ്ട്, കൗണ്ട് ഇഫ്, സം. 23 ബി. ഓക്കെ, കൗണ്ട് ഇഫ്. 24ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഡേറ്റ മാനിപ്പുലേഷൻ ടെക്നിക് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ? പിവോട്ടിംഗ്, സോർട്ടിംഗ്, ട്രാൻസ്പോസിംഗ്, ഓൾ ദ എബവ്. All the above. Okay. How the cell address is represented in Excel? Row column, sheet row, column row, sheet column. Column row. Alle? Which tab in Microsoft MS PowerPoint contain comment? File, review, slideshow? None of these. Review will comment ചെയ്യാം അല്ലേ? Review. ഇനി 27ാമത്തെ ചോദ്യം. റിഹേഴ്സ് ടൈമിംഗ് ഈസ് ഷോൺ ഇൻ ഡാഷ് മെനു ഓർ ടാബ്? സ്ലൈഡ് ഷോ, ഹോം, റിവ്യൂ, ഡിസൈൻ. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, സ്ലൈഡ് ഷോ. ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഫ്രം കറണ്ട് സ്ലൈഡ് ഇൻ MS PowerPoint ഈസ് Alt plus F5, Control plus F5, F5, Shift plus F5. It is Shift plus F5 അല്ലേ? Shift plus F5. In MS PowerPoint, animation is applied for text box, picture, chart, all the above. All the above. Shortcut key for new slide. ഏതായിരിക്കാം? ന്യൂ സ്ലൈഡിലെ ഷോർട്ട്കട്ട് കീ ഏതാണ്? എ, Control plus N അല്ലേ? That's it. അപ്പം 30 ചോദ്യങ്ങളിനകത്ത് നമുക്ക് നോക്കാം എത്ര ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 3, 4, 5, 6, പിന്നെ 7, this one 8, ഓക്കെ. 8 ചോദ്യങ്ങൾ, 9 ചോദ്യങ്ങൾ ഇപ്പം തന്നെ നമ്മളുടെ ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇത് ചോദിച്ചിരിക്കുന്ന മൊത്തം MS-ൻ്റെ ആ ഒരു മേഖല, ആ മൊഡ്യൂൾ ഞാൻ കൈകാര്യം പഠിപ്പിച്ച സമയത്ത് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കൊക്കെ കയറ്റിയിട്ടുണ്ട്. എന്നാലും 9 ചോദ്യങ്ങൾ ഈ 30 എണ്ണത്തിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ സിമ്പിൾ ചോദ്യങ്ങളും ഉണ്ട് അല്ലേ? അപ്പോൾ അതും ആ 9 ചോദ്യങ്ങൾ പ്ലസ് സിമ്പിൾ ചോദ്യങ്ങളായിട്ട് വന്ന കുറേ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ചോദ്യങ്ങൾ. അതാ ഞാൻ പറയാം, ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അറിയാവുന്നവർക്ക്. പിന്നെ ഇത് സിമ്പിളായിട്ട് അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റും, ഇതെഴുതാൻ പറ്റും, ഇതെഴുതാൻ പറ്റും. പിന്നെ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും എഴുതാൻ പറ്റും. ഇത് ഇച്ചിരി കുഴപ്പിക്കാം. ഓക്കെ, ഇതെഴുതാൻ പറ്റും സിമ്പിളായിട്ട്, ഇത് ഇച്ചിരി കുഴപ്പിക്കാം. ഇതെഴുതാൻ പറ്റും, ഇതെഴുതാൻ പറ്റും സിമ്പിളായിട്ട്, ഇതെഴുതാൻ പറ്റും സിമ്പിളായിട്ട്. പിന്നെ ഈ വട്ടം ഇട്ടിരിക്കുന്നതൊക്കെ എഴുതാൻ പറ്റും, ഇതെഴുതാൻ പറ്റും അറിയാവുന്നവർക്ക്. ഓക്കെ, ഇത് 3 എഴുതാൻ പറ്റും. അപ്പം 3, 4, 5, 6, 7, 8, 9 കണ്ടോ? 10, 11, 12, 13, 14, 15, 16,
17, 18, 19, 19, 20, 25 ചോദ്യത്തോളം ഈ 30 ചോദ്യത്തിനകത്തുനിന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. 25 ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും 30 ചോദ്യത്തിനകത്തുനിന്ന്. ഇനി ബാക്കി സെറ്റ് നോക്കാം. ഹൗ ടു ആഡ് ആർട്ടിസ്റ്റിക് എഫക്റ്റ് ഇൻ MS പവർ പോയിന്റ്. 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. സെലക്ട് പിക്ചർ ഫോമാറ്റ്, ആർട്ടിസ്റ്റിക് എഫക്റ്റ്. 32ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പിക്ചർ എഫക്റ്റ് ഇൻ MS പവർ പോയിന്റ്? നോട്ട് എ പിക്ചർ എഫക്റ്റ്. നൺ ഓഫ് ദീസ്. എല്ലാം പിക്ചർ എഫക്റ്റ് ആണല്ലേ? നൺ ഓഫ് ദീസ്. വിച്ച് ഈസ് ഓർ ആർ സ്മാർട്ട് ആർട്ട് ടൈപ്പ് ഇൻ MS പവർ പോയിന്റ്? ഏതാണ്? 33 ഓപ്ഷൻ ഡി ആണ്. റിലേഷൻഷിപ്പും സൈക്കിളും മെട്രിക്സും എല്ലാം തന്നെ സ്മാർട്ട് ആർട്ട് ടൈപ്പ് ആണ്. MS പവർ പോയിന്റ് ട്രാൻസിഷൻ ഈസ് അപ്ലൈഡ് ഫോർ സി. സ്ലൈഡ്സ്. How did animation in MS PowerPoint? C. From animation tab. Animation tab തന്നെ ഉണ്ടല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇത് സിമ്പിളാണ്, ഇത് സിമ്പിളാണ്. അറിയാവുന്നവർക്കെല്ലാം സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. പിന്നെ അടുത്തത്, ഹൗ ടു ആഡ് പിക്ചർ ഇൻ MS Excel? ഇൻസേർട്ട് ഇല്ലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഇൻസേർട്ട് പിക്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ റേഞ്ച് ഓഫ് MS Excel? ഏതാണ്? 37ാമത്തെ ചോദ്യം. നൺ ഓഫ് ദീസ്. എല്ലാം MS Excelന്റെ റേഞ്ച് ആണ്. A1 to C1. വെൻ യു കോപ്പി A2 യൂസിങ് autofill, then column does not change but row change. Row and column do not change. Column change but row do not change. None of these. 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ബി ആണല്ലേ? ബി. റോ ആൻഡ് കോളം ഡു നോട്ട് ചേഞ്ച്. അതുകൊണ്ടാണ് ആ സിമ്പിൾ അല്ലേ? ആ സിമ്പിൾ ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് മേ ചേഞ്ച്. ഇനി അടുത്തത് 39ാമത്തെ ചോദ്യം, ദ ഇൻസേർഷൻ ഓഫ് കോളം ആൻഡ് റോ ഇൻ എക്സൽ ഈസ് നോൺ ആസ് സെൽ. ഇൻസേർഷൻ ഓഫ് റോ ആൻഡ് കോളം ഇൻ എക്സൽ ഈസ് നോൺ ആസ് സെൽ. മാക്രോസ് ആർ ആഡഡ് ഫ്രം വിച്ച് മെനു ടാബ് ഇൻ MS Excel? ഡെവലപ്പറിലാണ് മാക്രോസ് ഉള്ളത്. എക്സ്പാൻഡ് ദ ഫോം ഓഫ് BCNF. BCNFിൻ്റെ ഫുൾ ഫോം എന്താണ്? ബോയ്സ് കോഡ് നോർമൽ ഫോം. ഓക്കെ, വിച്ച് ഈസ് വൺ ഓഫ് ദ DCL കമാൻഡ്? ഇത് ഞാൻ പഠിപ്പിച്ചതാണ്. ഡിലീറ്റ് ലോഗ് ഗ്രാൻഡ് കോൾ. ഏതാണ്? 42ാമത്തെ ചോദ്യം. ഗ്രാൻഡ്. സി. വിച്ച് വൺ ഓഫ് ഈസ് നോട്ട് ആൻ ആസിഡ് പ്രോപ്പർട്ടി? പഠിപ്പിച്ചതാണ്. ഓക്കെ, കൺകറൻസി, ഓട്ടോമിസിറ്റി, ഡ്യൂറബിലിറ്റി, ഐസൊലേഷൻ. ഏറ്റവും അവസാനത്തെ 2 റിവിഷൻ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം 2 തന്നിരുന്നു. അതിനകത്തുള്ള ചോദ്യമാണ്. 43 ഓപ്ഷൻ എ കൺകറൻസിയാണ്. സി. 44ാമത്തെ ചോദ്യം, ഇൻ മൈ SQL കൗണ്ട് ഫംഗ്ഷൻ റിട്ടേൺസ്. എന്താണ് 44ാമത്തെ ചോദ്യം? ഓപ്ഷൻ സി നമ്പർ ഓഫ് റെക്കോർഡ്സ് അല്ലേ? സം ഓഫ് സെറ്റ് വാല്യൂസ് അല്ല, ആവറേജ് വാല്യൂ അല്ല, നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ്. കൗണ്ട് ഫംഗ്ഷൻ റിട്ടേൺസ് നമ്പർ ഓഫ് റെക്കോർഡ്സ്. 45ാമത്തെ ചോദ്യം, എക്സ്പാൻഡഡ് ഫോം ഓഫ് DML. എന്താണ്? 45 ഓപ്ഷൻ ബി ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇൻ റിലേഷണൽ ഡേറ്റാബേസ് വാട്ട് ഈസ് ട്യൂപ്പിൾ? പഠിപ്പിച്ച ചോദ്യമാണ്. ഒബ്ജക്ട്, ടേബിൾ, റിലേഷൻ, റോ. ഏതാണ്? 46ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി റോ ആണ് അല്ലേ? സെലക്ട് നൗ കമാൻഡ് റിട്ടേൺസ് ഇൻ MySQL. ഏതാണ്? 47ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ഡേറ്റ് ആൻഡ് ടൈം. അതാണ് സെലക്ട് നൗ കമാൻഡ് റിട്ടേൺസ് ടു ഡേറ്റ് ആൻഡ് ടൈം. ഇതും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ഡേറ്റാബേസ് നോർമലൈസേഷൻ ഈസ് ഡെവലപ്ഡ് ബൈ. ആരാണ് ഡേറ്റാബേസ് നോർമലൈസേഷൻ ഡെവലപ്പ് ചെയ്തത്? 48ാമത്തെ ചോദ്യം ഓപ്ഷൻ എ EF കോഡ് അല്ലേ? 49ാമത്തെ ചോദ്യം, വാട്ട് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് കമാൻഡ്? ഓപ്ഷൻ സി റിവോക്ക്. ജോയിൻ ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് ജോയിൻ, ഇന്നർ ജോയിൻ, ക്രോസ് ജോയിൻ, ഔട്ടോ ജോയിൻ. പഠിപ്പിച്ച ചോദ്യം. 50ാമത്തെ ചോദ്യം പഠിപ്പിച്ചതാണ്. ഇന്നർ ജോയിൻ. ഓക്കെ, 50ാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി 51ാമത്തെ ചോദ്യം. ഇൻ OSI മോഡൽ വിച്ച് ലെയർ പ്രൊവൈഡ് ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ എൻഡ് യൂസേഴ്സ്? പഠിപ്പിച്ച ചോദ്യമാണ്. 51 ഓപ്ഷൻ സി ട്രാൻസ്പോർട്ട് ലെയർ. ഇൻ നെറ്റ്വർക്ക് TCP സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് TCP സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ ഡി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇൻ വിച്ച് ലെവൽ OSI മോഡൽ ബ്രിഡ്ജ് നെറ്റ്വർക്ക്സ്? ഏത് ലെയറിലാണ്? 53 ഓപ്ഷൻ എ അല്ലേ? ലെയർ 2 പഠിപ്പിച്ചതാണ്. 54 ഇൻ നെറ്റ്വർക്ക് NIC സ്റ്റാൻഡ്സ് ഫോർ. പഠിപ്പിച്ച ചോദ്യമാണ്. NICയുടെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തന്നതാണ്. ഓപ്ഷൻ ബി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. DHCP എന്താണ്? എക്സ്പാൻഡ് DHCP. 55ാമത്തെ ചോദ്യം. സോറി, 54ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി.
അഞ്ചാമത്തെ ചോദ്യം ഏതാണ്? ഓപ്ഷൻ സി, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. 56ാമത്തെ ചോദ്യം, ദ സ്പീഡ് മാക്സിമം സ്പീഡ് സപ്പോർട്ടഡ് ബൈ 6 UTP കേബിൾസ്. 1000 Mbps കവർ ചെയ്യത്തില്ലേ? 56, ഓപ്ഷൻ ഡി. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ് ടു ഡെലിവർ ഇലക്ട്രോണിക് മെയിൽ? പഠിപ്പിച്ചതാണ്. 57, ഓപ്ഷൻ എ, SMTP. 58, എക്സ്പാൻഡ് URL പഠിപ്പിച്ച ചോദ്യം. 58 ഏതാണ്? ഓപ്ഷൻ ബി, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ പഠിപ്പിച്ചതാണ്. വിച്ച് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? എപ്പോഴും ഞാൻ പറയുന്ന ചോദ്യമാണ് ഇത്. പഠിക്കണമെന്ന്. ഏതാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? ഏതാണ്? facebook.com. അതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ ആണ്. ഇൻ വിച്ച് ബോത്ത് കോളർ ആൻഡ് റിസീവർ ക്യാൻ ബി സീൻ ഓൺ ദ സ്ക്രീൻ ഓഫ് ബോത്ത് യൂസർ അലോങ് വിത്ത് ഓഡിയോ. ടെൽ ചാറ്റ്, ഓഡിയോ ചാറ്റ്, സ്പാം ചാറ്റ്, വീഡിയോ ചാറ്റ്. പഠിപ്പിച്ചതല്ല എങ്കിലും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ഓപ്ഷൻ ഡി. പഠിപ്പിച്ചതല്ല മീൻസ് ഞാൻ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പഠിപ്പിച്ചൊക്കെ പോയതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചു പോകുന്നതാണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിച്ച് ലാംഗ്വേജ് ഈസ് പ്രൈമറിലി യൂസ് ഫോർ കോഡിംഗ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്? ഏതാണ്? 61, HTML പഠിപ്പിച്ചതാണ്. Which of the following attribute is used to give a short description of an image in case of image is not loaded in web page? Alt, SRC, DES, href. Alt. Okay. The HTML tag used to describe the definition of each term. Definition list. ഏതാണ്? ഇത് പഠിപ്പിച്ച ചോദ്യമാണ്. 63, ഓപ്ഷൻ ബി, DD. കേട്ടോ? എത്ര ചോദ്യങ്ങളാണ് ഞാൻ തന്നെ എൻ്റെ റിവിഷനിൽ തന്നെ പഠിപ്പിച്ചത്. ഏറ്റവും അവസാനം നമുക്ക് ഒന്നും കൂടെ എണ്ണാം. ഓക്കെ. 64, iframe in HTML പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. ടു ഡിസ്പ്ലേ വെബ് പേജ് വിത്തിൻ എ വെബ് പേജ്. അതാണ് iframe. പഠിപ്പിച്ചതാണ്, ക്വസ്റ്റ്യനിനകത്ത് വന്നതാണ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ലിങ്ക് സ്റ്റേറ്റ്സ് ഇൻ CSS? CSSൻ്റെ എല്ലാം പഠിപ്പിച്ചതാണ്, ബട്ട് ഈ ഒരു ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എ, അൺവിസിറ്റഡ്. വാട്ട് ഈസ് ദ പബ്ലിഷിംഗ് ടൂൾ ഓഫ് CMS? കണ്ടന്റ് ഡെലിവറി ആപ്ലിക്കേഷൻ. CMS കണ്ടന്റ് ഡെലിവറി ആപ്ലിക്കേഷൻ. 67, വിച്ച് ടൂൾ ബാർ ഇൻ കോമ്പോസർ കൺസിസ്റ്റ് ഓഫ് ബട്ടൺസ് ഫോർ ദ മോസ്റ്റ് യൂസ്ഡ് മേജർ ഓപ്പറേഷൻ? ഏതാണ്? ഞാൻ കോമ്പോസറിനെ പഠിപ്പിച്ചപ്പോൾ ഞാൻ തിയറിയിൽ ഞാൻ പഠിപ്പിച്ചൊരു ചോദ്യമായത്, ഒരു സംഭവം പറഞ്ഞിരുന്നു, കമ്പോസിഷൻ ടൂൾ ബാർ ആണെന്നുള്ളത്. ഓപ്ഷൻ ഡി ആണേ. 68ാമത്തെ ചോദ്യം, വിച്ച് ഡേറ്റാബേസ് ഈസ് റിക്വയർഡ് വേർഡ്പ്രസ് ഫോർ ഇൻസ്റ്റാളേഷൻ? ഈ സെയിം ചോദ്യം ഞാൻ തന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി, MySQL. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സിൻടാക്സ് ഫോർ റെഫറിംഗ് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്? 69, ഓപ്ഷൻ ഡി. സിൻടാക്സ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാ. വിച്ച് കൺട്രോൾ ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഫോം എലമെന്റ് ടു ഡിഫൈൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്? 70, ഓപ്ഷൻ സി, സെലക്ട്. ഓക്കെ, സെലക്ട്. Which one of the following is a client-side scripting language? Perl, PHP, Python, JavaScript. JavaScript. കേട്ടോ? Which of the following type of variable in JavaScript has been explicitly declared but not assigned a value? ഏതാണ്? പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി, undefined. Okay, but not assigned a value ആണെങ്കിൽ it is in the category called undefined. ഓർത്തു വെച്ചേക്ക, undefined. 73ാമത്തെ ചോദ്യത്തിലേക്ക് അത് ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ളതാണ്. 73ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് സെർവർ അവൈലബിൾ ഇൻ മാർക്കറ്റ്? SQL സെർവർ, NGINX, IIS, ലൈറ്റ് സ്പീഡ്. ഏതാണ്? 73, ഓപ്ഷൻ എ, SQL സെർവർ. പിന്നെ, when we execute the following JavaScript code segment, what will be the value of y? Where variable y is equal to 20 plus 5 plus January plus 2024 എന്ന് പറയുമ്പം 25 January 2024. സിമ്പിളാണല്ലേ? ഞാൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ സിൻടാക്സ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ പഠിപ്പിച്ചില്ലെങ്കിലും ഇത് നോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. 75, what is the output of the code document.write type of null in JavaScript? ഇത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 75, ഓപ്ഷൻ ഡി, ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ്. 76, which pop-up box contains text box used to collect a string of the input from the user? 76, ഓപ്ഷൻ ബി, prompt. Loop
through the property of an object in JavaScript is 77. Option A, 4 in. അല്ലേ 4 in. 78. Which of the following is not an unarray operator of the following? 78. ഓപ്ഷൻ ഡി അല്ലേ, ആ സ്റ്റാർ എന്ന് പറയുന്ന അത്. Which method is used to delete the element from the beginning of an array? Delete an element from the beginning of an array. Option C, shift. Which of the following method is used for finding HTML element? ഏതാണ്? ഓപ്ഷൻ ഡി കേട്ടോ, HTML element. document dot get element by ID of ID. പഠിപ്പിച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഐ എം നോട്ട് റിമെമ്പറിങ്. PDOS ഈസ് നോൺ എസ് എന്ത് അറ്റാക്കാണ്? ഫ്ലാഷിങ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പഠിപ്പിച്ച് കാണും, പക്ഷേ ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ദ സ്കോപ്പ് ഓഫ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ലൈക്ക് ആമസോൺ, ഇബേ എക്സെട്ര. പഠിപ്പിച്ച ചോദ്യം, ഞാനത് ക്വസ്റ്റ്യനകത്തും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കഷനിലും ഇ-കൊമേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇ-കൊമേഴ്സ് ഞാനായിരുന്നു കൈകാര്യം ചെയ്തത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഇസ് എ ഗ്ലോബൽ സ്കോപ്പ്. ഓക്കെ. വിച്ച് ഇ-കൊമേഴ്സ് മെട്രിക്സ് മെഷർ ദ പെർസെൻറ്റേജ് ഓഫ് വെബ്സൈറ്റ് വിസിറ്റർ ഹു മേക്ക് എ പർച്ചേസ്? 83 കൺവേർഷൻ റേറ്റ്. 84 വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡയറക്റ്റ് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ട്രാൻസ്ഫർ ഓഫ് ദ ട്രാൻസാക്ഷൻ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ബിസിനസ് ഡോക്യുമെൻറ്റ്? 84 ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് പറഞ്ഞതാണ്. ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് CVV സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? CVV എന്ന് പറയുമ്പോൾ കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. അതല്ലാതെയും അറിയാവുന്നതായിരിക്കും അല്ലേ. 86ാമത്തെ ചോദ്യം, ഡാഷ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പെസിഫൈങ് ആക്സസ് ടു റിസോഴ്സ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അഥോറൈസേഷൻ. കണ്ണും പൂട്ടി എഴുതാവുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് കേട്ടോ. വാട്ട് ഈസ് ദ മോഡൽ ഇൻ ഇ-കൊമേഴ്സ് ഫോർ സെല്ലിംഗ്? സി, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ തിയറിയിൽ ഞാൻ കുറേ പഠിപ്പിച്ചു തന്നതാണ്. റിവിഷൻ എഴുതാൻ നേരത്തെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ എ, C2C അല്ലേ. വാട്ട് ഈസ് ദ മോഡൽ ഓഫ് ഇ-കൊമേഴ്സ് ഇഫ് ദ സെല്ലർ ആൻഡ് ബയർ ആർ ബോത്ത് ഇൻഡിവിജ്വൽസ്? C2C. 88ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് പ്രാക്ടീസ് ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ഡയറക്ട്ലി ബൈ ദ കസ്റ്റമേഴ്സ് ഓവർ ദ ഇന്റർനെറ്റ്? ഇറ്റ് ഈസ് ഇ-കൊമേഴ്സ്. പഠിപ്പിച്ച ചോദ്യമാണ്, പറയേണ്ട കാര്യമില്ല. ഈ പേജിലെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തു പോയതാണ്. 89ാമത്തെ ചോദ്യം, വാട്ട് ഡസ് SSL സ്റ്റാൻഡ്സ് ഫോർ ഇൻ കണ്ടെക്സ്റ്റ് ഓഫ് ഇ-കൊമേഴ്സ്? 89ാമത്തെ ചോദ്യം ഏതാണ്? എ, സെക്യൂർ സോക്കറ്റ് ലെയർ. പഠിപ്പിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ആസ് എ പേയ്മെന്റ് ഗേറ്റ് വേ ഫോർ ഇ-കൊമേഴ്സ്? പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പേപ്പാലാണ്. ഓക്കെ. എന്താണ് പേയ്മെന്റ് ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ടൈപ്പ് ഓഫ് മാൽവെയർ ഇസ് ഡിസൈൻ ടു റിമെയിൻ അൺഡിറ്റക്റ്റഡ് ഓൺ എ സിസ്റ്റം ആൻഡ് പ്രൊവൈഡ് അൺഓതറൈസ്ഡ് ആക്സസ് ടു സൈബർ ക്രിമിനൽസ്? ഓപ്ഷൻ ഡി, റൂട്ട് കിറ്റ്. പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് പോർട്ട് ഓഫ് HTTPS? ഏതായിരിക്കും ഡിഫോൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTPS? 80 443 8080 21. ഇത് ഇച്ചിരി കുറച്ച് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുമില്ല, ക്വസ്റ്റ്യനകത്ത് ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി, 443. ഓക്കെ. 93ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ പ്രാക്ടീസ് ഓഫ് ട്രിക്കിംഗ് ഇൻഡിവിജ്വൽ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ട്രിക്കിംഗ് എന്നുള്ളൊരു വാക്ക് കേട്ടോ നിങ്ങൾ ഫിഷിംഗ് എന്ന് കുത്തിയേക്കാം. നിങ്ങൾ വേറെ ഒന്നും വായിക്കാൻ നിൽക്കണ്ട. ട്രിക്കിംഗ് ഇൻഡിവിജ്വൽ, ട്രിക്കിംഗ്, ഫിഷിംഗ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ, ട്രിക്കിംഗ്. ട്രിക്കിംഗ് ഇൻഡിവിജ്വൽ ഇൻ ടു പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് പാസ്വേഡ് ഓർ ക്രെഡിറ്റ് കാർഡ്. ഫിഷിംഗ് വരുമെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വാട്ട് ഡസ് ദ ആക്രോണിം DDoS? പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് VPN ഇൻ സൈബർ സെക്യൂരിറ്റി? നമ്മുടെ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. എൻക്രിപ്റ്റിംഗ് ഇന്റർനെറ്റ് ട്രാഫിക്. പിന്നെ LDAP സ്റ്റാൻഡ്സ് ഫോർ 96. LDAP സ്റ്റാൻഡ്സ് ഫോർ Lightweight Directory Access Protocol. Okay, Lightweight Directory Access Protocol. Option C. The unauthorized control or access over the computer system and destroys the data is called defamation, carding, hacking, cyberstacking. 97 hacking പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 98 നോക്കാം. Which regulatory compliance standard focus on the protection of personal data and privacy? 98 option B, GDPR. What is the maximum punishment of hacking under IT Act 2000? പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. 99 ഓപ്ഷൻ ബി ആണ്, 3 years imprisonment. Which of the following is common method for authentication in cyber security? ഏതാണ്?
ബയോമെട്രിക്സ് അല്ലേ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്? അല്ല. ഫയർവാൾ അല്ല, ഫിഷിംഗ് അല്ല. പക്ഷേ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ ബയോമെട്രിക്സ്, 3 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എത്ര ചോദ്യങ്ങളാണ് മക്കളെ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എൻ്റെ ക്ലാസ് മാത്രം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് ക്രാക്ക് ചെയ്യാം. 100% ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു 10-60 ചോദ്യം 10-70 ചോദ്യമോളം എൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. അതോടൊപ്പം നമുക്ക് അറിയാവുന്ന കോമൺ സെൻസ് ചോദ്യമുണ്ട് 10-20. എങ്ങനെ പോയാലും 85-90 മാർക്ക് മേടിക്കാൻ സുഖമായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഒരു അനാലിസിസിൽ. അപ്പോൾ എന്നിരുന്നാലും ക്വസ്റ്റ്യൻ കാണാത്തവരെ, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇല്ലാത്തവർക്ക് ഇത് ക്വൈറ്റ് മോഡറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് അത് കാണാത്ത ആളുകൾക്ക് ഒരു മോഡറേറ്റ് ലെവൽ, എന്നാലും അത് ഞാൻ ഹാർഡാണെന്ന് ഞാൻ കാറ്റഗറൈസ് ചെയ്യത്തില്ല, മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻ്റെ ക്ലാസ് കാണാത്തവർക്ക്. ക്ലാസ് കണ്ടവർക്ക് വെരി ഈസി സെക്ഷനിലേക്ക് ഞാൻ ഉൾപ്പെടുത്തും. നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര ക്വസ്റ്റ്യൻ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള, ഞാൻ തന്നെ ഓർക്കാത്ത കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കാണും. എന്നാലും നമുക്ക് വേഗമായിട്ടൊന്ന് എണ്ണി നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51. കണ്ടോ, 51 to ഒരു 60 ക്വസ്റ്റ്യൻ. ഈ ഒരു 51 തൊട്ട് 60 ചോദ്യങ്ങൾ റിവിഷൻ ഭാഗത്ത് നിന്ന് കിട്ടും. ബാക്കി ഒരു 20 ചോദ്യം കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ചോദ്യമേ ഉള്ളൂ. ഒരു 20 ചോദ്യം കോമൺ സെൻസ് വെച്ച് കിട്ടാം. അപ്പം 80 മാർക്കാണ് ഞാനിതിന് കൊടുക്കുന്നത്. 85 തൊട്ട് ഒരു 90 മാർക്ക് വരെ സുഖമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യപേപ്പർ ആയിരുന്നു ട്രേഡ്സ്മാൻ CS-ൻ്റെ ചോദ്യപേപ്പർ, കോഡ് നമ്പർ 056-2024. ഐ ഹോപ്പ് ഇത് ഇത്രയും നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ എനിക്ക് കമൻറ്റ് ഇടണം. ഐ ഹാവ് ടു സീ. മിസ്സിൻ്റെ ക്ലാസ് കണ്ടവരായിക്കോട്ടെ കാണാത്തവരായിക്കോട്ടെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നതും, ഇൻക്ലൂഡിങ് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം ഇൻവോൾവ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് എനിക്ക് കാണണം. നിങ്ങൾ എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈവൻ അത് എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് മറ്റുള്ളവരുടെയും കൂടെ കാര്യം വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എങ്ങനെയുണ്ട്. 85 to 90 മാർക്സ് കിട്ടട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് 80 മാർക്സ് കണ്ണും പൂട്ടി കിട്ടാവുന്ന ഒരു ചോദ്യപേപ്പർ ആയിരുന്നു. ഐ എം സോ ഹാപ്പി വിത്ത് ഇറ്റ്. എൻ്റെ റിവിഷൻ കണ്ട എല്ലാ കുട്ടികളും അത് ഈസി ആയിട്ട് അത് നോക്കിയെടുത്തിട്ടുണ്ടെന്നും അതുപോലെ എഴുതിയെടുത്തിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിച്ചോട്ടെ. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സെഷൻ. ഈ സെഷൻ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാൻ നേരത്ത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടട്ടെ. അതായത് ഇനിയും ഇത് എഴുതാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവർ എൻ്റെ ഈ വീഡിയോ ക്ലാസ് എപ്പോഴും ഒരു ഹൈലൈറ്റഡ് ലിങ്ക് ആയിട്ട് നിങ്ങൾ മാറ്റി വെച്ചു. ഈ 100 ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് അടിച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതിനകത്തുനിന്ന് ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയാൻ മറന്നുപോയെന്നേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, നല്ല പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അബൌട്ട് 51 to 60 ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റിവിഷൻ പാർട്ടിയിൽ നിന്ന് മാത്രം 20 to 20 ക്വസ്റ്റ്യൻ കോമൺ സെൻസ്. അപ്പോൾ ടോട്ടൽ ആണ് ഇവിടെ പറയുന്ന ഒരു റേഞ്ച് 85 to 90 marks. So friends, I hope this helps you to find out the answer key. Thank you friends. Have a nice day.